Boche Gold and Diamonds. Buy now, pay later. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ മിന്നും വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം ടൗണിൽ പ്രകടനം നടത്തി. കേരള ജനത ഒന്നാകെ ആഗ്രഹിച്ച വിജയമെന്ന PMA ജലീൽ. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ UDF വിജയം കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷമാക്കി ഒറ്റപ്പാലം മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി. വിജയാഘോഷത്തിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം ടൗണിൽ പ്രകടനം നടത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് കാഴ്ചവെച്ചത് മിന്നും വിജയമാണ്. വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് പിന്നിട്ടപ്പോൾ 11,007 വോട്ടുകളുടെ ലീഡ് നേടി UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഉജ്ജ്വല വിജയമാണ് നേടിയത്. ഒറ്റപ്പാലം മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം PMA ജലീൽ, PP മുഹമ്മദ് ഖാസിം, M ഉമ്മർ ഫാറൂഖ്, റഫീഖ് തോട്ടക്കര, P കാസിം, T സൈദലവി, MV അമീർ അലി, K ഷറഫുദ്ദീൻ, KC ബാബു, കൗൺസിലർമാരായ ഫൗസിയ ഹനീഫ, ആമിന സമീർ, K നുസ്രത്ത് എന്നിവർ നേതൃത്വം നൽകി. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ബഹുമാന്യനായ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ്. ഈ വിജയത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന്, പിണറായി വിജയന്റെ സർക്കാരിന്റെ അന്ത്യം കുറിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പാഠം. രണ്ടാമത്തേത്, RSSും CPMും ഒന്നിച്ചെതിർത്താലും UDFനെയും മതേതര മുന്നണിയെയും തകർക്കാൻ കഴിയില്ല എന്ന സന്ദേശം കൂടി ഇതിൽ കൊടുക്കുകയാണ്. മാത്രമല്ല, രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ കൃത്യമായി UDFനെ പിന്തുണക്കുന്നു എന്ന സന്ദേശം കൂടി ഇതിലൂടെ പുറത്തുവന്നിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഒറ്റപ്പാലം ടൗണിൽ പ്രകടനം നടത്തിയത്. ഈ പ്രകടനത്തിലൂടെ ഞങ്ങൾ നൽകിയ സന്ദേശം നിലമ്പൂരിലെ വോട്ടർമാർക്ക് അഭിവാദ്യം അർപ്പിക്കുക എന്നുള്ളതാണ്. ഈ മെസ്സേജ് എല്ലാവരോടും പങ്കുവെക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച എല്ലാവരോടും നന്ദി പറയുന്നു.